മലയാളികൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു വ്യക്തിയാണ് വാവാ സുരേഷ്. എത്രയോ പേരുടെ ജീവൻ രക്ഷിച്ച ഒരു വ്യക്തി കൂടിയാണ്. എത്രയോ പേരുടെ വീട്ടിൽ പാമ്പുകൾ വരുമ്പോൾ ആദ്യം വിളിക്കുന്നത് മലയാളികൾ വാവാ സുരേഷിനെ തന്നെയാണ്. എന്നാൽ പാമ്പിനെയൊക്കെ പിടിക്കാൻ പോകുമ്പോൾ ആ വീട്ടിൽ ഉണ്ടാകുന്നവർ വാവാ സുരേഷിനോട് പെരുമാറുന്നത് എപ്പോഴും നല്ല രീതിയിലൊന്നുമല്ല. അടുത്തിടെ ഒരു വളരെ മോശം അനുഭവമാണ് വാവാ സുരേഷിനുണ്ടായത്. താൻ പാമ്പ് പിടിച്ചു കഴിഞ്ഞപ്പോൾ വല്ലാതെ തളർന്ന അവസ്ഥയാണ്. ഒരു നേരത്തെ ആഹാരം പോലും കഴിച്ചില്ല. അതുകൊണ്ട് തന്നെ കുറച്ച് വെള്ളം ആ വീട്ടുകാരോട് ചോദിക്കുകയായിരുന്നു. അവർ പുറകുവശത്ത് എവിടെയോ പോയി കുറച്ച് വെള്ളം ഒരു മഗ്ഗിൽ കൊണ്ടുവന്ന് കൊടുക്കുകയായിരുന്നു. അതായത് പാമ്പ് പിടിക്കാൻ പോകുന്നവനല്ലേ, ഇവനൊക്കെ എന്തിനാണ് ഗ്ലാസ്സിൽ കൊടുക്കുന്നത് എന്നുള്ള ചിന്ത. എന്നിരുന്നാലും ആ മഗ്ഗിലുള്ള വെള്ളം താൻ വാങ്ങിച്ച് കുടിക്കാൻ നേരത്താണ് ആ വീട്ടിലെ ജോലിക്കാർ ഓടി വന്ന് പറയുന്നത്, ഈ വെള്ളം കുടിക്കരുത്, ഇത് അപ്പുറത്ത് ബാത്റൂമിലുള്ള വെള്ളമാണെന്ന്. ഇങ്ങനെ മനുഷ്യരുണ്ടോ എന്ന് പോലും തോന്നി തുടങ്ങിയ ആ ഒരു നിമിഷമാണ് വാവാ സുരേഷിന്. മാത്രമല്ല, ഇത് മറ്റുള്ളവർ കാണിച്ചെന്ന് വയ്ക്കാം. സ്വന്തം സുഹൃത്ത് തന്നെ വാവാ സുരേഷിനെ ഒരു ദിവസം ഓണത്തിന് വീട്ടിൽ വരുത്തി ചെയ്ത പ്രവൃത്തി വാവാ സുരേഷിന്റെ കണ്ണ് നിറയിപ്പിച്ചു. കാരണം ഓണത്തിന് വീട്ടിൽ വരണമെന്ന് പറഞ്ഞപ്പോൾ തനിക്ക് ആദ്യം സമയമില്ലെന്നാണ് പറഞ്ഞത്. എങ്കിൽ നീ വിളിച്ചതുകൊണ്ട് ഒരു ഗ്ലാസ് പായസം കുടിക്കാൻ വേണ്ടി വരാമെന്ന് പറഞ്ഞു. ആ വീട്ടിലേക്ക് ചെന്നപ്പോൾ അവൻ എന്നെ നടയിലിരുത്തി ഒരു ഗ്ലാസ് പായസം എടുക്കാൻ വേണ്ടി അകത്ത് പോയി. അരമണിക്കൂറും ഒരു മണിക്കൂറും ഒക്കെ കഴിഞ്ഞെങ്കിലും അവനെ കാണാത്തതുകൊണ്ട് ഞാൻ അടുക്കളയിൽ ചെല്ലുകയായിരുന്നു. അവനും എൻ്റെ ഭാര്യയും കൂടി ചേർന്ന് 19 ഗ്ലാസുകൾ നിരത്തി വെച്ചിരിക്കുകയാണ്. ഈ ഗ്ലാസ്സിലൊക്കെ ഏതിൽ കൊടുക്കുമെന്ന്. ഒടുവിൽ നല്ല ഗ്ലാസുകൾ തരാൻ മടിച്ച് സ്വന്തം മകനെ അപ്പുറത്ത് കടയിൽ വിട്ട് ഡിസ്പോസൽ ഗ്ലാസ് വാങ്ങിച്ചിട്ടാണ് തനിക്ക് ഒരു ഗ്ലാസ് പായസം നൽകിയത്. ഇത് പറഞ്ഞപ്പോൾ വാവാ സുരേഷിന്റെ കണ്ണുപോലും നിറയുകയായിരുന്നു. പാമ്പിനേക്കാൾ വിഷമാണ് ഇപ്പോഴത്തെ മനുഷ്യന്റെ മനസ്സ് എന്ന് പറയുന്ന രീതിയിലാണ് ഈ ഒരു സംഭവങ്ങളൊക്കെ. ഈ ഒരു അഭിമുഖം വന്നപ്പോൾ ഒരുപാട് പേരുടെ മനസ്സ് വിങ്ങി എന്ന് തന്നെ പറയണം. മാത്രമല്ല, ഒട്ടനവധി പേരാണ് വാവാ സുരേഷിനെ വീട്ടിലേക്ക് ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടി ക്ഷണിച്ചുകൊണ്ട് കമന്റ് ചെയ്യുന്നത്. എന്താണ് ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്ന് താഴെ മറക്കാതെ കമന്റ് ചെയ്യുക.